ഹായ് ഡിയർ, വെൽക്കം ടു പോസിറ്റീവ് വൈബ്സ്. ഇന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് നോക്കുന്നത്, അതായത് ലവ് റീഡിങ്. നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ആദ്യം നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ചോളൂ. ഓക്കെ ഡിയർ, നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്, ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉടനെ എന്താണ് സംഭവിക്കാൻ സാധ്യത, ലോങ് റണ്ണിൽ എന്താണ് സംഭവിക്കാൻ സാധ്യത, ഇതെത്രയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അവർ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. കുറച്ചുകൂടെ നവീകരിച്ച് ഈ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. മേ ബി ഒരു സെപ്പറേഷനിലോ അല്ലെങ്കിൽ ചെറിയ ഒരു പിണക്കത്തിലോ മറ്റോ ആയിരിക്കാം. എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പിനെ പുതുക്കി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആൾ ആഗ്രഹിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, മേ ബി മറ്റുള്ളവരുടെ സഹായം സ്വീകരിക്കുന്നുണ്ടാകാം. ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്താണ് വേണ്ടുന്നത് എല്ലാ കാര്യങ്ങളും ആൾ ചെയ്യുന്നുണ്ട് എന്നാണ് കാണുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നൈറ്റ് ഓഫ് സോർഡ്സ് ആണ്. അതായത് വളരെയധികം ആവേശത്തോടു കൂടി ഈ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ തയ്യാറുമാണ്. നമ്മൾ ആവേശത്തോടു കൂടി ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മളധികം ചിന്തിക്കില്ല. അങ്ങനൊരു കാര്യമുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ബന്ധം വേണം, ഈ ഒരു വ്യക്തി എന്നോടൊപ്പം ഉണ്ടാകണം എന്നവർ അത്രയും തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് അവരുടെ ആഗ്രഹം. ഇവിടെ അവർ എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉടനെ ഉണ്ടാകാൻ സാധ്യതയെന്ന് ചോദിച്ചപ്പോൾ ദ ലവേഴ്സാണ്. നമുക്ക് ലവ് റിലേഷൻഷിപ്പിലെ ഏറ്റവും കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു കാർഡാണ്. അതായത് വളരെ നല്ല രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകും. ഓക്കെ ഡിയർ, നിങ്ങൾ രണ്ടുപേരും വളരെയധികം സ്നേഹത്തോടെ മുന്നോട്ട് പോകും. അതിനുവേണ്ടി ഈ വ്യക്തി ഈ ബന്ധം നവീകരിക്കേണ്ട കാര്യങ്ങൾ ചെയ്തു. വളരെ ആവേശത്തോടു കൂടി മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുകയാണ്. അത്തരത്തിൽ അദ്ദേഹം വരികയും അല്ലെങ്കിൽ ആ വ്യക്തി വരികയും ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യും. ലോങ് റണ്ണിൽ എന്താണ് സംഭവിക്കാൻ നോക്കിയപ്പോൾ ഈ ഒരു വ്യക്തി ഇമോഷണലി കുറച്ച് ചിന്തിക്കുന്നുണ്ട്. അതായത് പ്രാക്ടിക്കാലിറ്റിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു ബന്ധത്തിൽ ചിലപ്പോൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ സാധ്യതക്കുറവുകൾ ഉണ്ടായേക്കാം. അപ്പോൾ ഭയങ്കരമായ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. നിങ്ങളെന്നുള്ള വ്യക്തി കൂടെ വേണമെന്നുണ്ട്, അവിടെ ഒരു സ്നേഹമുണ്ട്. എന്നാലും ഒരു പ്രാക്ടിക്കാലിറ്റിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അത് മേ ബി നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ആയിരിക്കാം. ഓക്കെ ഡിയർ, ബോട്ടം ഓഫ് ദ ഡെക്ക് നോക്കിയപ്പോൾ ദ മജീഷ്യനാണ്. മജീഷ്യന് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം പൂർത്തീകരിക്കുന്നതിനാവശ്യമായ ഭൗതികമായ സാഹചര്യങ്ങളൊക്കെയും ഉണ്ട്. അതായത് ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമോ വേണ്ടയോ എന്ന് ഒന്നുകിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് തീരുമാനിക്കാൻ സാധിക്കും. കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാൻ കഴിയുമെന്നും, അതല്ല ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട, മറ്റൊരു റിലേഷൻഷിപ്പാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ തോന്നുന്നുണ്ടെങ്കിൽ അതുമായിട്ടും മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് കാണുന്നത്. അപ്പോൾ വളരെയധികം ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള, വളരെയധികം പരസ്പരം സ്നേഹിക്കുന്ന 2 വ്യക്തികളാണെന്ന് മനസ്സിലാക്കുന്നു. എന്തോ ഒരു പ്രാക്ടിക്കാലിറ്റിയുടെ ഒരു കുറവ്, അതല്ലെങ്കിൽ കുറവെന്നല്ല, പ്രാക്ടിക്കൽ ലൈഫിൽ അത് ചിലപ്പോൾ പോസിബിൾ ആയിരിക്കില്ല ഈ റിലേഷൻഷിപ്പ്. അങ്ങനെയാണ് കാണുന്നത്. ഓക്കെ ഡിയർ, താങ്ക് യു സോ മച്ച്.